ചെറുതുരുത്തി പഞ്ചായത്തിലാണ്. എൻ്റെ ബാക്കിലുള്ള സ്ഥലം നമ്മുടെ നാട്ടിലെ പത്മനാഭൻ എന്ന് പറയുന്ന ചേട്ടൻ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം 33 സെന്റ് സ്ഥലം നമ്മുടെ നാട്ടില് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീട് വെക്കാൻ ചേട്ടൻ കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഏകദേശം 2 വർഷം ആവാറായി ഈ സ്ഥലം പഞ്ചായത്തിന് കൈമാറിയിട്ട്. പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെക്കാനാണ് ഇത് പുള്ളി കൈമാറിയത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി. ആരുടെ അനുമതി കിട്ടിയിട്ടാണ് ഇവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയതെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് ചാനലിൽ, അത് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ചെറുതുരുത്തിയിൽ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് കൈമാറിയ ഭൂമിയിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചുവിറ്റതായി പരാതി. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിൽ മരം മുറി നടന്നതായാണ് ആരോപണം. സംഭവം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് PT തമ്പിമണിയാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത്. വർഷം മുൻപാണ് വള്ളത്തോൾ നഗർ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തെ 33 സെന്റ് ഭൂമി സാമ്പ്രിക്കൽ പത്മനാഭൻ നായർ എന്നയാൾ പഞ്ചായത്തിന് കൈമാറുന്നത്. പത്മനാഭൻ തയ്യാറാക്കിയ ഒസ്യത്തിൽ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് ഭൂമി വിട്ടു നൽകിയതെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നാളിതുവരെ ഒരാൾക്കും കൈമാറാതിരുന്ന ഭൂമിയിലെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടെത്തി മുറിച്ചു വിറ്റതായി പരാതി ഉയരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് എങ്ങനെയൊക്കെ പാർട്ടീഷൻ ചെയ്തിരിക്കണം അടുത്തുള്ള ആൾക്കാളെന്നുള്ള എനിക്ക് എന്നോട് ചോദിച്ചു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. പഞ്ചായത്ത് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ട് ചെയ്യണം എന്നുള്ള ധാരണയിലാണ് നമ്മൾ നിന്നായിരുന്നത്. നമ്മൾക്ക് സംശയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടില് മരം കൊള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരിക നമ്മുടെ വീരപ്പന്റെ മുഖമാണ്. പിന്നെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ തോന്നുന്നത് നമ്മുടെ പുഷ്പ സിനിമയിലെ അല്ലു അർജുൻ. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടിൽ മരമുറി കേസ് ഉണ്ട്. നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ അവര് ബ്രദേഴ്സിന്റെ ഒരു മരക്കൊള്ളയുടെ കേസ് കാണാം. അതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറുതുരുത്തിയിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു മരക്കൊള്ളാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് പറ്റിയിട്ടുണ്ട്. അത് ആരുടെയൊക്കെ അനുമതി കൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആ ന്യൂസിൽ ക്ലിയർ ആയിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയുന്നില്ല. ഇതിപ്പോ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്ത വീട്ടുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാട് പിടിച്ച് കിടക്കാണ്. 33 സെന്റ് സ്ഥലം, പാമ്പുണ്ട്, പല ഇഴജന്തുക്കളുണ്ട്, പട്ടിയും ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ സ്ഥലം കൊടുത്ത ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇഴജന്തുക്കൾ കാരണം. അവരിപ്പോ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഈ കാടും മൊന്തൊക്കെ വെട്ടേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പോൾ സഹായം ചെയ്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. നിങ്ങൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇതൊന്ന് ഇടപെട്ടിട്ട്, പുതിയ ഭരണസമിതി ഇപ്പോൾ വരും ഇലക്ഷൻ കഴിഞ്ഞാൽ, അവരാദ്യം ചെയ്യേണ്ടത് പാവപ്പെട്ട ആൾക്കാർ ആരാണോ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഈ സ്ഥലം വേർതിരിച്ച് കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തിട്ട് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത് ആ വീട്ടുകാർ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം.